ശ്രീ ശങ്കരാചാര്യ വിരചിതം ശിവാനന്ദലഹരി അർത്ഥസഹിതം പഠിക്കാം. വന്ദനശ്ലോകം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ശിവാനന്ദ ലഹരിയിലെ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് നോക്കുവാൻ പോകുന്നത്. ശ്ലോകത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി മലയാള ഭാഷ വിഭക്തി പ്രത്യയങ്ങളുടെ കാരിക പഠിക്കാം. അതെന്നു പ്രഥമയ്ക്കർത്ഥം, ദ്വിതീയയ്ക്കതിനെ പുനഃ ചൊല്ലേണമതിനോടെന്നും ദ്വിതീയയ്ക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ടാലോടൂടെ ഇതിക്രമാത് ആയിക്കൊണ്ടു ചതുർത്ഥീച സർവത്ര പരികീർത്തിത. അതിങ്കൽ നിന്നും അതിനേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടെ ഷഷ്ടിക്കതിൻ്റെ വച്ചും എന്നപി അതിങ്കൽ അതിൽ വച്ചെന്നും വിഷയം സപ്തമീ മത. ഈ കാരിക ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ സംസ്കൃത ഭാഷയിലുള്ള പദങ്ങൾ മലയാള ഭാഷയിലേക്ക് വളരെ എളുപ്പത്തിൽ തർജിമ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ശ്ലോക പഠനത്തിനു മുൻപിലായി ഈ കാരിക വായിക്കുന്നത്. മലയാള ഭാഷാ വിഭക്തി പ്രത്യയങ്ങൾക്ക് സമാനമായി സംസ്കൃത ഭാഷയിലുള്ള വിഭക്തി പ്രത്യയങ്ങളാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യയങ്ങൾ 3 നമ്മൾ എടുക്കണം. ആദ്യത്തേത് 3 പ്രഥമ, അടുത്തത് 3 ദ്വിതീയ, അടുത്തത് തൃതീയ, അങ്ങനെ അവസാനത്തെ 3 സപ്തമി വിഭക്തി പ്രത്യയങ്ങളാണ്. നീ, ഓസ്, സുപ്പ്. ഈ പ്രത്യയങ്ങൾ തുടങ്ങുന്നത് സു, അവസാനിക്കുന്നത് പ്. അതിനാൽ ഇതിനെ സുപ്പ് പ്രത്യയങ്ങൾ എന്ന് പറയുന്നു. ഈ സുപ്പ് പ്രത്യയങ്ങൾ ശബ്ദത്തിനോട് ചേർത്ത് കിട്ടുന്ന പദങ്ങളെ സുബന്ധങ്ങൾ, സുപ്പ് അന്തമായി വരുന്ന പദങ്ങൾ സുബന്ധങ്ങൾ എന്ന് പറയുന്നു. ഈ മൂലശബ്ദത്തിന് സംസ്കൃത ഭാഷയിലെ പ്രാതിപദികം എന്ന് പറയുന്നു. മലയാള ഭാഷയിൽ നമ്മളത് അങ്ങനെ ഉപയോഗത്തിലില്ല. പക്ഷേ സംസ്കൃത ഭാഷയിൽ അത് വളരെ പ്രാധാന്യമുള്ളൊരു പദമാണ്. പ്രാതിപദികം, ഈ മൂലശബ്ദത്തിന് പ്രാതിപദികം എന്ന് പറയുന്നു. പ്രാതിപദികം അധികം സുപ്പ് പ്രത്യയ ആണ് സുബന്ധം. സുബന്ധം എന്നത് ഒരു നപുംസകലിംഗ പദമാണ്. അതിൻ്റെ ബഹുവചനം സുബന്ധാനി. മലയാളത്തിലാണെങ്കിൽ നമ്മൾ സുബന്ധം, സുബന്ധങ്ങൾ എന്ന് പറയും ബഹുവചനം. അപ്പോൾ ഇതെല്ലാം സുബന്ധങ്ങൾ ആണ്. കവി എന്നത് ഒരു ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. ഇത് ശ്ലോകം 6 പഠിച്ച സമയത്ത് പരാമർശിക്കുകയുണ്ടായി. എന്നിരുന്നാലും ഒന്ന് വായിക്കാം. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. കവിഹി, കവീ, കവയഃ, കവീം, കവീ, കവീൻ, കവിന, കവിഭ്യാം, കവിഭിഃ, കവയേ, കവിഭ്യാം, കവിഭ്യഃ, കവേഃ, കവിഭ്യാം, കവിഭ്യഃ, കവേഃ, കവ്യോഃ, കവീനാം, കവൗ, കവ്യോഃ, കവിഷു, ഹേ കവേ, ഹേ കവി, ഹേ കവയഃ. എല്ലാ ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾക്കും ഇതേ രൂപം തന്നെയാവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കവി എന്ന ശബ്ദത്തിൻ്റെ സുബന്ധ രൂപങ്ങൾ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ എല്ലാ ഇകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങൾക്കും ഇതേ രൂപം തന്നെയാവും ഉണ്ടാവുക. ഇത് പഠിക്കുവാൻ എളുപ്പം താഴോട്ട് പഠിക്കുന്നതാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കവിഹി, കവീം, കവിന, കവേ, കവേഹ, കവേഹ, കവോ, ഹേ കവേ. അങ്ങനെ ഒരു ഈണത്തിൽ പഠിച്ചാൽ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കവി, ഇത് ദീർഘമാണ്. കവി, കവി, കവിഭ്യാം, 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 കവ്യോഹോ, കവ്യോഹോ, ഹേ കവി. കവയഃ, കവീൻ, കവിഭിഃ, കവിഭ്യഃ, കവിഭ്യഃ, കവീനാം, കവിഷു, ഹേ കവയഃ. ഇവിടെ കവീനാം അത് വി ദീർഘമുണ്ട്. അതേപോലെ ദ്വിതീയ ബഹുവചനത്തിലെ കവീൻ അതും ദീർഘമാണ്. ഇനി അടുത്തത് ഒരു ഉകാരാന്ത പുല്ലിംഗ ശബ്ദം നോക്കാം.
ഗുരു, അത് ഗ എന്ന വ്യഞ്ജനവർണവും ഉ എന്ന സ്വരവർണവും കൂടെ ചേരുമ്പോൾ ഗു എന്ന അക്ഷരമാകുന്നു. ഋ എന്ന വ്യഞ്ജനവർണവും ഉ എന്ന സ്വരവർണവും ചേരുമ്പോൾ രു എന്ന അക്ഷരമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നത് ഊയിലായതുകൊണ്ട് ഇതൊരു ഉകാരാന്ത പുല്ലിംഗ ഗുരു. ആ ഗുരു എന്നത് പ്രാതിപദികമാണ്. ആ ഗുരു എന്ന പ്രാതിപദികത്തിൻ്റെ കൂടെ ഈ സുപ്പ് പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ ഗുരു എന്ന ശബ്ദത്തിൻ്റെ സുബന്ധ രൂപങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു. വായിക്കാം. ഗുരുഹു, ഗുരു ദീർഘമാണ്. ഗുരവഹ, ഗുരും, ഗുരു, ഗുരൂൻ, ഗുരുണ, ഗുരുഭ്യാം, ഗുരുഭിഃ, ഗുരവേ, ഗുരുഭ്യാം, ഗുരുഭ്യഃ, ഗുരോഃ, ഗുരുഭ്യാം, ഗുരുഭ്യഃ, ഗുരോഃ, ഗുർവോഃ, ഗുരൂണാം, ഗുരൗ, ഗുർവോഃ, ഗുരുഷു, ഹേ ഗുരോ, ഹേ ഗുരു, ഹേ ഗുരവഃ. അപ്പോൾ ഗുരു എന്ന ശബ്ദത്തിൻ്റെ സുബന്ധ രൂപങ്ങൾ ഹൃദിസ്ഥമാക്കി കഴിഞ്ഞാൽ ഉകാരാന്ത പുല്ലിംഗ ഏത് ശബ്ദത്തിനും ഇതേ രൂപം തന്നെയാവും ഉണ്ടാവുക. ഉദാഹരണം വിഷ്ണു, ശംഭു, സൂനു, ഇതെല്ലാം ഉകാരാന്ത പുല്ലിംഗ ശബ്ദങ്ങളാണ്. ഇനിയും മലയാള ഭാഷയിലെ വിഭക്തി പ്രത്യയങ്ങൾ ഹൃദിസ്ഥമാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നോക്കാം. ഉദാഹരണത്തിന് നമ്മളൊരു ശ്ലോകം വായിക്കുമ്പോൾ ഗുരവേ എന്ന് കാണുന്നു. ഇത് ചതുർത്ഥി വിഭക്തിയിലുള്ള ഒരു പദമാണ് ഗുരവേ. അപ്പോൾ ഉടനെ തന്നെ മലയാള ഭാഷയിലെ ചതുർത്ഥി വിഭക്തി പ്രത്യയം എന്താണ് എന്ന് നമ്മൾക്കറിയാമെങ്കിൽ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. മലയാള ഭാഷയിലെ ചതുർത്ഥി വിഭക്തി പ്രത്യയം ആയിക്കൊണ്ട് എന്നതാണ്. അപ്പോൾ ഗുരവേ എന്നതിനർത്ഥം ഗുരുവിനായിക്കൊണ്ട്. അപ്പോൾ ഈ സംസ്കൃത ഭാഷയിലുള്ള പദങ്ങളുടെ അർത്ഥം മലയാളത്തിൽ എന്താണ് എന്നറിയണമെങ്കിൽ ആ കാരിക നമ്മൾക്ക് ഹൃദിസ്ഥമായിരിക്കണം. അപ്പോൾ ഗുരവേ എന്നതിൻ്റെ അർത്ഥം ഗുരവേ നമഃ, ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം. അതേപോലെ വേറൊരു പദമെടുക്കാം, ഗുരൗ. സപ്തമി ഏകവചനമാണ്. മലയാള ഭാഷയിലെ സപ്തമി വിഭക്തി പ്രത്യയം എന്ന് പറയുന്നത് അതിങ്കൽ, അതിൽ വെച്ചെന്നും വിഷയം സപ്തമി മത, അതിങ്കൽ. അപ്പോൾ ഗുരൗ എന്നതിൻ്റെ അർത്ഥം ഗുരുവിൽ. ബഹുവചനം ഗുരുഷു ആണെങ്കിൽ ഗുരുക്കന്മാരിൽ ബഹുവചനമാണല്ലോ. ഗുർവോഹോ എന്ന് പറഞ്ഞാൽ 2 ഗുരുക്കന്മാരിൽ. അപ്പോൾ ആ കാരിക നമ്മൾക്ക് ഹൃദിസ്ഥമായിരിക്കണം. ഏഴാമത്തെ ശ്ലോകം നോക്കാം. മനസ്തേ പാദാബ്ജേ നിവസതു വചസ്തോത്രഭണിതൗ करौ चाभ्यर्चायां श्रुतिरपि कथा कर्णनविधौ तव ध्याने बुद्धिर्नयनयुगलं मूर्तिविभवे परग्रन्थान् कैर्वा परमशिव जाने परमतः. पदच्छेदः. मनः ते पादाब्जे निवसतु वचः स्तोत्रभणितौ करौ च अभि-अर्चायां श्रुतिः अपि कथाकर्णनविधौ तव ध्याने बुद्धिः नयनयुगलं मूर्तिविभवे परग्रन्थान् कैः वा परमशिव जाने പരം അതഃ. ഇവിടെ നയനയുഗളം എന്നൊരു പദമുണ്ട്. അത് സംസ്കൃത ഭാഷയിൽ ള എന്ന അക്ഷരമില്ല ലൗകിക സംസ്കൃതത്തിൽ. വൈദിക സംസ്കൃതത്തിലുണ്ട്. വൈദിക സംസ്കൃതം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ പുരോഹിതർ ചൊല്ലുന്ന മന്ത്രങ്ങൾ, അതിൽ ളകാരമുണ്ട്. ലൗകിക സംസ്കൃതത്തിലില്ല. പക്ഷേ മലയാളിയായ നമ്മൾ യുഗളം എന്ന് തന്നെയായിരിക്കും പറയുക. ഞാനത് യുഗലം എന്ന് പറഞ്ഞാൽ അതൊരു അഭംഗിയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് യുഗളം എന്ന് വായിക്കുന്നു. വാക്യവിശ്ലേഷണം. ശ്ലോകത്തിൽ നിന്നും ക്രിയാപദങ്ങൾ വേർതിരിച്ചെടുക്കാം. നിവസതു, ജാനെ, 2 ക്രിയാപദങ്ങളാണുള്ളത്. അടുത്തത് സുബന്ധങ്ങൾ. സംബോധന, ഹേ പരമശിവ.
ഇനി ഓരോ പദങ്ങളായി നോക്കാം. മനഃ എന്നത് സകാരാന്ത നപുംസകലിംഗ മനസ്സ് എന്ന ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. തേ എന്നത് ദകാരാന്ത സർവനാമ യുഷ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനം. പാദാബ്ജേ അകാരാന്ത നപുംസകലിംഗ അബ്ജ സപ്തമി ഏകവചനം. അത് സമസ്തപദമാണ്. വചഃ സകാരാന്ത നപുംസകലിംഗ വചസ് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. സ്തോത്രഭണിതൗ ഇകാരാന്ത സ്ത്രീലിംഗ ഭണിതി എന്ന ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം. ഇതും സമസ്തപദമാണ്. കരൗ അകാരാന്ത പുല്ലിംഗ കര ശബ്ദത്തിൻ്റെ പ്രഥമ ദ്വിവചനം. അഭ്യർച്ചായാം ആകാരാന്ത സ്ത്രീലിംഗ അർച്ച എന്ന ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം. അതും സമസ്തപദമാണ്. ശ്രുതിഹി ഇകാരാന്ത സ്ത്രീലിംഗ ശ്രുതി ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. കഥാകർണനവിധൗ ഇകാരാന്ത പുല്ലിംഗ വിധി സപ്തമി ഏകവചനം. അതും സമസ്തപദമാണ്. തവ ദകാരാന്ത സർവനാമ യുഷ്മത് ശബ്ദത്തിൻ്റെ ഷഷ്ടി ഏകവചനം. ധ്യാനേ അകാരാന്ത നപുംസകലിംഗ ധ്യാന ശബ്ദത്തിൻ്റെ സപ്തമി ഏകവചനം. ബുദ്ധി ഇകാരാന്ത സ്ത്രീലിംഗ ബുദ്ധി പ്രഥമ ഏകവചനം. നയനയുഗളം അകാരാന്ത നപുംസകലിംഗ യുഗള പ്രഥമ ഏകവചനം. അതും ഒരു സമസ്തപദമാണ്. മൂർത്തിവിഭവേ അകാരാന്ത പുല്ലിംഗ വിഭവ സപ്തമി ഏകവചനം. സമസ്തപദം. പരഗ്രന്ഥാൻ അകാരാന്ത പുല്ലിംഗ ഗ്രന്ഥ ദ്വിതീയ ബഹുവചനം. കൈഹി മകാരാന്ത സർവനാമ കിം എന്ന ശബ്ദത്തിൻ്റെ തൃതീയ ബഹുവചനമാണ്. അഹം ദകാരാന്ത സർവനാമ അസ്മത് ശബ്ദത്തിൻ്റെ പ്രഥമ ഏകവചനം. അവ്യയങ്ങൾ ച അപി വ സദാ അതഃ പരം. അടുത്തത് ഓരോ പദങ്ങളുടെ അർത്ഥം നോക്കാം. ഹേ പരമശിവ, അത് സംബോധനയാണ്. അല്ലയോ പരമശിവനെ. ആദ്യത്തെ ക്രിയാപദം എടുക്കാം. നിവസതു, ഉറച്ചു നിൽക്കട്ടെ എന്നാണ് അർത്ഥം. സദാ എന്നത് അവ്യയമാണ്. അതൊരു ക്രിയാവിശേഷണമായി ചേർത്തിട്ട് സദാ നിവസതു, സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ. ഇനി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാം. ഏത് ഉറച്ചു നിൽക്കട്ടെ? മനഃ, എൻ്റെ മനസ്സ്. ഇവിടെ ഏത് എന്ന് ചോദിക്കാൻ കാരണം മനഃ എന്നത് പ്രഥമ വിഭക്തിയിലുള്ളൊരു പദമായതിനാലാണ്. എവിടെ ഉറച്ചു നിൽക്കട്ടെ? പാദാബ്ജെ, പാതാരവിന്ദങ്ങളിലും. ആരുടെ പാതാരവിന്ദങ്ങളിൽ? തവ, അങ്ങയുടെ. അപ്പോൾ തവ എന്നത് ഷഷ്ടി വിഭക്തിയിലുള്ള പദമായതിനാലാണ് ആരുടെ എന്ന് ചോദിക്കുന്നത്. അതേപോലക്ക് എവിടെ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിക്കാൻ കാരണം പാദാബ്ജെ എന്നത് സപ്തമി വിഭക്തിയിലുള്ള പദമായതിനാലാണ്. എൻ്റെ മനസ്സ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ. ഇനി ഇതേപോലക്ക് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ, കാത്, കരങ്ങൾ എല്ലാം ഭഗവാനിൽ സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ എന്ന് പറയുകയാണ്. എല്ലാം പ്രഥമ വിഭക്തിയിലുള്ള പദവും സപ്തമി വിഭക്തിയിലുള്ള പദവുമായിരിക്കും. അതിനാൽ തന്നെ ഞാൻ വീണ്ടും അത് വായിക്കുന്നില്ല. അടുത്തത് വചഃ, എൻ്റെ വാക്കുകൾ എവിടെ ഉറച്ചു നിൽക്കട്ടെ? സ്തോത്രഭണിതൗ, സ്തോത്ര ഉച്ചാരണങ്ങളിലും. അടുത്തത് കരൗ, എൻ്റെ കൈകൾ അഭ്യർച്ചായാം, അങ്ങയെ അർച്ചിക്കുന്നതിലും അഥവാ പൂജിക്കുന്നതിലും. അടുത്തത് ഏത് ഉറച്ചു നിൽക്കട്ടെ? ശ്രുതിഹി അപി, എൻ്റെ കേൾവിയാകട്ടെ കഥാകർണനവിധൗ, ഭഗവത് കഥാ ശ്രവണത്തിലും സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ.
അടുത്തത് എൻ്റെ ബുദ്ധി എവിടെ ഉറച്ചു നിൽക്കട്ടെ? ധ്യാനേ, ധ്യാനിക്കുന്നതിലും. ആരെ ധ്യാനിക്കുന്നതിൽ? തവ, അങ്ങയെ. അടുത്തത് നയനയുഗളം, എൻ്റെ കണ്ണുകൾ എവിടെ ഉറച്ചു നിൽക്കട്ടെ? മൂർത്തി വിഭവേച്ച, അങ്ങയുടെ മൂർത്തിയെ, മൂർത്തിയെ മീൻസ് വിഗ്രഹത്തെ ദർശിക്കുന്നതിലും. ഇവിടെ എല്ലാ പദത്തിൻ്റെ അവസാനത്തിലും നമ്മളൊരു എന്ന് ചേർത്ത് വരുന്നുണ്ട്. അത് ഈ അവസാനത്തെ ച, മൂർത്തി വിഭവേച്ച, ആ ച അവിടെ ചേർക്കുന്നത് കൊണ്ടാണ് എല്ലാ പദത്തിൻ്റെ അവസാനത്തിലും നമ്മൾ ധ്യാനിക്കുന്നതിലും ദർശിക്കുന്നതിലും എന്ന് പറയുന്നത്. ഇനിയും ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ശങ്കരാചാര്യർ ഒരു ചോദ്യം ചോദിക്കുകയാണ്. പരഗ്രന്ഥാൻ കൈഹി വ, മറ്റ് ഗ്രന്ഥങ്ങളുടെ ആവശ്യമെന്ത്? എന്തുകൊണ്ടെന്നാൽ ഒരു ഗ്രന്ഥം വായിച്ച് നമ്മൾക്ക് അറിവ് നേടണമെങ്കിൽ നമ്മളുടെ ബുദ്ധിയും മനസ്സും കണ്ണും കാതും കരങ്ങളും എല്ലാം ഉപയോഗപ്പെടുത്തി വേണം ഒരു ഗ്രന്ഥം വായിച്ച് അറിവ് നേടാൻ. അപ്പോൾ ശങ്കരാചാര്യർ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും മനസ്സും കൈകളും കണ്ണും കാതും എല്ലാം ഭഗവാനിൽ സ്ഥിരമായി ഉറപ്പിച്ചിരിക്കുന്നതിനാൽ എല്ലാ അറിവുകളും ഭഗവാനിൽ നിന്ന് തന്നെ ലഭിക്കുന്നു. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളുടെ ആവശ്യം എന്താണ്? അടുത്ത ക്രിയാപദം ജാനേ, അഹം ജാനേ, ഞാൻ അറിയുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഒരു ചോദ്യമായിട്ട് പറയുകയാണ്, അറിയേണ്ടുന്നത്. അതഃ പരം, ഇതിനപ്പുറമായി എന്താണ് ഞാൻ അറിയേണ്ടുന്നത്? അപ്പോൾ എല്ലാ അറിവും ഭഗവാനിൽ നിന്ന് തന്നെ ലഭിക്കുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളുടെ ആവശ്യം എന്താണ്? ഇതിനപ്പുറമായി ഞാൻ എന്താണ് അറിയേണ്ടുന്നത് എന്ന് ശങ്കരാചാര്യർ ചോദിക്കുന്നു. അന്വയം രചിക്കാം. ഈ ശ്ലോകത്തിൽ ഒരു സംബോധനയേ ഉള്ളൂ. അപ്പോൾ സാധാരണയായി ഒരു സംബോധനയാണെങ്കിൽ അത് ആദ്യം തന്നെ ചേർക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ സംബോധനയുണ്ടെങ്കിൽ അത് നമ്മളുടെ മനോധർമ്മം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇവിടെ 2 ക്രിയാപദങ്ങളാണ് ഉള്ളത്. നിവസതു, അഹം ജാനേ. പിന്നെ ഒരു ചോദ്യം, പരഗ്രന്ഥാൻ കൈഹി വ. അപ്പോൾ നമ്മൾക്ക് 3 വാചകങ്ങൾ കിട്ടും. നോക്കാം. ഹേ പരമശിവ, മനഃ തേ പാദാബ്ജേ, വചഃ സ്തോത്രഭണിതൗ, കരൗ അഭ്യർച്ചായാം, ശ്രുതിഃ അപി കഥാ കർണനവിധൗ, ബുദ്ധിഃ തവ ധ്യാനേ, നയനയുഗളം മൂർത്തിവിഭവേ ച സദാ നിവസതു, പരഗ്രന്ഥാൻ കൈഹി വ, അതഃ പരം അഹം ജാനേ. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അല്ലയോ പരമശിവനെ, എൻ്റെ മനസ്സ് അവിടുത്തെ പാതാരവിന്ദങ്ങളിലും വാക്കുകൾ അങ്ങയുടെ സ്തോത്രങ്ങൾ ആലപിക്കുന്നതിലും കരങ്ങൾ അങ്ങയെ പൂജിക്കുന്നതിലും കാതുകൾ ഭഗവത് കഥാശ്രവണത്തിലും ബുദ്ധി അങ്ങയെ ധ്യാനിക്കുന്നതിലും കണ്ണുകൾ അങ്ങയുടെ മംഗളമൂർത്തിയെ ദർശിക്കുന്നതിലും സദാ സ്ഥിരമായി ഉറച്ചു നിൽക്കട്ടെ. ഇത്രയുമായി കഴിഞ്ഞാൽ മറ്റു ഗ്രന്ഥങ്ങളുടെ ആവശ്യമെന്ത്? ഇതിൽ കവിഞ്ഞ് എന്താണ് ഞാൻ അറിയേണ്ടുന്നത്? മംഗളശ്ലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം തത്സത്. നന്ദി, നമസ്കാരാः.